കൃപാസനം പത്രം മെയ് 2026 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ മുഹമ്മയിൽ നിന്നുള്ള രാജേഷിന്റെ സാക്ഷ്യം. ഉടമ്പടി 30 വർഷത്തെ കടുത്ത മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചത് കൃപാസനം മാതാവിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ. ഞാൻ 30 വർഷമായി കടുത്ത മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഭാര്യയാണ് ആദ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഭാര്യ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ അവളോട് വഴക്കുണ്ടാക്കിയിട്ട് കൃപാസനത്തിൽ കയറാതെ അടുത്തുള്ള ബാറിൽ പോയി കള്ളു കുടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആരോ എന്നെ വന്ന് വിളിച്ചിട്ട് നീ രാവിലെ പള്ളിയിലോട്ട് വരണമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ആ സ്വരം കേട്ടു. ഞാൻ എഴുന്നേറ്റ് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞു അച്ഛനെ കൊണ്ട് ഇത് പറ്റില്ല, കാരണം അച്ഛനെപ്പോഴും കുടിയാണ്. പക്ഷെ ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ പാലിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2 വർഷമായിട്ടും ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ ഒരു വണ്ടി വാങ്ങിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. 5ാമത്തെ പുതുക്കലിന് ശേഷം എനിക്കൊരു പുതിയ വണ്ടി എടുക്കാൻ സാധിച്ചു. കൂടാതെ ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം. അതിനുശേഷം ഒരു വലിയ മതിലുള്ള തിരുക്കുടുംബമുള്ള വീട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഭാര്യയോട് പറഞ്ഞു എത്ര വാടകയാണെങ്കിലും വീട് നോക്കാൻ പോകുമ്പോൾ ആ വീട് കാണുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട് എടുക്കാൻ സാധിച്ചു. മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഗീതുവിൻ്റെ സാക്ഷ്യം. സ്വപ്നത്തിൽ ഗ്രേ കളർ ഉടുപ്പ് ധരിച്ച കുഞ്ഞിനെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. ആ കുഞ്ഞുമായാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തുവെങ്കിലും ഫലമില്ലായിരുന്നു. ലാപ്രോസ്കോപ്പി ചെയ്തുവെങ്കിലും ഫലമില്ലായിരുന്നു. സൗദിയിലായിരുന്ന ഞാൻ 2023 ഓഗസ്റ്റിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ആ മാസം അവസാനം ഞാൻ കൺസീവായി. ഒക്ടോബറിൽ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എനിക്ക് സ്വപ്നത്തിൽ ഗ്രേ കളർ ഉടുപ്പ് ധരിച്ച ഒരു കുഞ്ഞുമായി മാതാവ് നടന്നു പോകുന്നത് കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൊല്ലത്തു നിന്നുള്ള സൗമ്യയുടെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കി എഴുതിയ പരീക്ഷ 10 വർഷത്തെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി. ഒരു നേഴ്സായ ഞാൻ മകനെ നോക്കാൻ ആരുമില്ലാത്തതിനാൽ ജോലി റിസൈൻ ചെയ്തു. പിന്നെ ഒരു സർക്കാർ സർവീസിൽ ജോലി ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 10 വർഷമായി അതിനുവേണ്ടി ശ്രമിക്കുന്നു. 2022 ഞാൻ വന്ന് ഉടമ്പടി എടുത്തുവെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ 2025 ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു PSC ടെസ്റ്റ് വരികയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി ഞാൻ എക്സാം എഴുതി. എക്സാം ടഫ് ആയിരുന്നുവെങ്കിലും ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടു. 6 മാസത്തിന് ശേഷം അഡ്വൈസ് ലഭിക്കുകയും കോഴിക്കോട് ജില്ലയിൽ JPHN ആയി ജോലി ലഭിക്കുകയും ചെയ്തു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പാടായിരുന്നു. ഈ ജോലിയിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. പ്രേക്ഷിത പ്രവർത്തനമെല്ലാം കൃത്യമായി ചെയ്യുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. കായംകുളം ചെട്ടിക്കുളങ്ങരയിൽ നിന്നുള്ള ശ്രീദേവിയുടെ സാക്ഷ്യം. 10 വർഷമായി വീടിൻ്റെ പ്രമാണം പണയത്തിലായിരുന്നു. ഉടമ്പടിയിലിരിക്കെ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു മാതാവിനെ ഏൽപ്പിച്ച കാര്യത്തിന് നീ വിഷമിക്കുന്നത് എന്തിനാണ്? ശേഷം നടന്നത്. എൻ്റെ വീടിൻ്റെ പ്രമാണം 10 വർഷമായി പണയത്തിലായിരുന്നു. എൻ്റെ വീട് ഷീറ്റിട്ടതായതിനാൽ ബാങ്കുകാർ ലോൺ തരില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രമാണം കൂടി വെച്ചിട്ടാണ് ലോൺ എടുത്തത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ചേച്ചിക്ക് ഒരു ഭവനത്തിനും ജോലിക്കും വേണ്ടി നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി ചേച്ചിക്ക് ഒരു ഭവനവും അംഗനവാടിയിൽ ജോലിയും ലഭിച്ചു. എൻ്റെ ഭർത്താവിന് വിദേശത്ത് ജോലി ലഭിച്ചു. പക്ഷെ ഞങ്ങളുടെ കടബാധ്യത തീരുന്നില്ലായിരുന്നു. പണം അടച്ചില്ലെങ്കിൽ ജപ്തിയിലേക്ക് പോകുമെന്നും 5.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നും പറഞ്ഞു. ഞാൻ മാതാവിനോട് 10ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ പ്രമാണവും കൊണ്ട് വരാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ടെൻഷൻ മൂലം ഉറക്കമില്ലാതായി. ഒരു ദിവസം രാത്രി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് മാതാവിനെ ഏൽപ്പിച്ച കാര്യത്തിന് നീ വിഷമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പരിശുദ്ധ അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പലരും സഹായിച്ച് എനിക്ക് പ്രമാണമെടുക്കാൻ സാധിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള പ്രിൻസിയുടെ സാക്ഷ്യം. വിദേശ ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്ന അപ്പനു വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ച് അറബിക്ക് കത്തയച്ചു. ശേഷം നടന്നത്.
2019 ഉടമ്പടി എടുത്തിരുന്നുവെങ്കിലും എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. 2023 ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാനൊരു പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയം തുടർച്ചയായി 1 മാസത്തോളം എനിക്ക് ചുമയായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് എക്സാം എഴുതി പാസ്സായി LD ക്ലർക്കായി എനിക്ക് ജോലി ലഭിച്ചു. കൂടാതെ ഗൾഫിലായിരുന്ന എൻ്റെ അപ്പച്ചൻ നാട്ടിൽ വന്നിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി. കുറച്ച് പൈസയെ അവിടുന്ന് കിട്ടിയിരുന്നുള്ളൂ. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അറബിക്ക് മെസ്സേജ് അയച്ചു. അതിൻ്റെ ഫലമായി എല്ലാ മാസവും 1-ാം തീയതി നല്ലൊരു തുക അറബി അയച്ചു തരാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. തൃശൂർ കൊരട്ടിയിൽ നിന്നുള്ള റോസ്ലി ജോർജിൻ്റെ സാക്ഷ്യം. ഡോക്ടർ ഉടനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന്. മാതാവിൻ്റെ മാസം തന്നെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. കൃപാസന മാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എന്നും കാശുരൂപം എൻ്റെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മകൾ പ്രഗ്നൻ്റ് ആയെങ്കിലും അറിഞ്ഞില്ല. PCODയുടെ പ്രശ്നം മൂലം മകൾക്ക് വയറിൽ വേദന വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നി സ്കാനിങ്ങിന് വിട്ടു. റിസൾട്ട് കണ്ട് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി മകൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഡോക്ടർ ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഹരിപ്പാട് കരുവാറ്റയിൽ നിന്നുള്ള അമ്പിളിയുടെ സാക്ഷ്യം. ബസ് യാത്രക്കിടയിൽ അറിഞ്ഞ കൃപാസനം മാതാവ് വീട്ടിലെത്തിയപ്പോൾ അനുഗ്രഹങ്ങളുടെ പെരുമഴയായി. ഞാൻ 2018 ഒരു ബസ് യാത്രക്കിടയിലാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നെങ്കിലും ഉടമ്പടി എടുക്കാതെ തിരിച്ചുപോയി. എൻ്റെ ഇളയ മകൾക്ക് 1 വയസ്സ് മുതൽ അലർജിയുടെ അസുഖമായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു. 22 വർഷത്തോളം മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി നടന്നു. പിന്നെ 2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നീട് ഇതുവരെ മകൾക്ക് അലർജി ഉണ്ടായിട്ടില്ല. കൂടാതെ എൻ്റെ മൂത്ത മകൾക്കും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ദുബായിൽ നല്ലൊരു ജോലി ലഭിച്ചു. UK നിന്നുള്ള നിഷയുടെ സാക്ഷ്യം. LP സ്കൂൾ ടീച്ചറായ എന്നെ മാതാവ് ഉടമ്പടി വഴി UK എത്തിച്ചു. ഒരു LP സ്കൂൾ ടീച്ചറായ എനിക്ക് UK പോകുന്നതിന് ഒരു ചാൻസ് വന്നു. അതിനുവേണ്ടി കഴിഞ്ഞ മെയ് 1 IELTS പഠിക്കാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു. പഠിക്കാനുള്ള സമയം കുറവായിരുന്നു, കാരണം മെയ് 11 എക്സാം ആയിരുന്നു. ഞാൻ കമ്പനിക്ക് മെയ് 27 മാറ്റിത്തരണമെന്ന് റിക്വസ്റ്റ് ഇട്ടു. തലകുത്തി നിന്നാലും മെയ് 27 എക്സാം പാസ്സാകില്ലെന്ന് പലരും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം പാസ്സായി UK ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ലഭിച്ചു. എൻ്റെ ഫാമിലിയെയും കൊണ്ടുപോകാൻ സാധിച്ചു. മകൾക്കും അവിടെ നഴ്സിംഗ് ഹോമിൽ ജോലി ലഭിച്ചു. കാനഡയിൽ നിന്നുള്ള മാർട്ടീനയുടെ സാക്ഷ്യം. ഞങ്ങൾ അന്നെടുത്ത ആ തീരുമാനമാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്. അവർ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ സംഭവിച്ച അത്ഭുതം. കാനഡയിലായിരുന്ന ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും സ്കാനിംഗ് റിസൾട്ട് തന്നിട്ട് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ പോകാൻ പറഞ്ഞു. ഞങ്ങൾ ഫാമിലി ഡോക്ടറെ റിപ്പോർട്ട് കാണിച്ച് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ട്യൂബൽ പ്രഗ്നൻസിയാണ്, വേഗം എമർജൻസിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇതിനു മുമ്പ് എനിക്ക് ട്വിൻ ബേബീസ് ഉണ്ടായെങ്കിലും ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതിനാൽ 2 പേരും അബോട്ടായി പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുമ്പ് അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതിൽ പങ്കെടുത്ത ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് ഗർഭപാത്രത്തിലാണെന്ന് റിപ്പോർട്ട് കിട്ടി. ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.